പാകിസ്ഥാന് ഒരു വശത്ത് ലോകം മുഴുവൻ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന എന്ന പഴി കേൾക്കുന്ന ഒരു രാജ്യം. പെട്ടെന്ന് ഒരു ദിവസം അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുക്കുന്നു. മറുവശത്ത് ഇന്ത്യ ആകട്ടെ ഇതൊക്കെ നോക്കി വെറുതെ സൈഡിൽ നിൽക്കുന്നു. ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കും. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെങ്കിൽ നിലവിലെ ഗവൺമെന്റ് ഇറാന്റെ കാര്യത്തിൽ എടുത്ത തെറ്റായ നയങ്ങളാണ് ഇന്ത്യയെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് ഒരു കാരണവശാലും അടഞ്ഞു പോകരുത് എന്ന് അദ്ദേഹം ട്രംപിനോട് പറയുന്നുണ്ട്. കാരണം ആ വഴി അടഞ്ഞാല് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തകരും, ഇന്ധന വില കൂടും, ഗ്യാസ് സപ്ലൈ തടസ്സപ്പെടും, വളത്തിന്റെ വില കൂടും. അങ്ങനെ മൊത്തം വ്യാപാരത്തെയും അത് മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. എന്നാൽ മറുവശത്ത് പ്രതിപക്ഷം പറയുന്നത് മോദി അമേരിക്കയോടും ഇസ്രായേലിനോടും അമിതമായിട്ട് അടുപ്പം കാണിക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നാണ്. രാഹുൽ ഗാന്ധി ഇവിടെ വളരെ കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത്. മോദി ഒരു കോംപ്രമൈസ്ഡ് പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ വിദേശ നയം ഇന്ത്യയുടെ നയമല്ല, മറിച്ച് മോദിയുടെ വ്യക്തിപരമായിട്ടുള്ള നയമായിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് രാഹുലിന്റെ ആക്ഷേപം. ലോകത്തിനു മുന്നിൽ നമ്മുടെ വിദേശ നയം ഒരു തമാശയായിട്ട് മാറിയെന്നും മോദിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് ഡൊണാൾഡ് ട്രംപിന് കൃത്യമായിട്ട് അറിയാമെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ഇതിനർത്ഥം ഇന്ത്യയുടെ ആ തന്ത്രപരമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതായത് ആ സ്ട്രാറ്റജിക് ഫ്രീഡം നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ്. പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ 140 കോടി ഇന്ത്യക്കാരുടെ ശബ്ദമല്ല കേൾക്കുന്നത്, മറിച്ച് വാഷിംഗ്ടണും ടെൽ-അവീവും പറയുന്നത് അതേപടി ആവർത്തിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. കോവിഡ് സമയത്ത് ഉണ്ടായതുപോലെ വലിയൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും. LPG, പെട്രോള്, വളം എന്നിവയുടെ വില കൂടുമ്പോൾ സാധാരണക്കാരാണ് ബുദ്ധിമുട്ടുന്നത്. പഴയ ദുരന്തങ്ങളിൽ നിന്ന് മോദി ഒന്നും പഠിക്കുന്നില്ല എന്നാണ് രാഹുലിന്റെ പക്ഷം. എല്ലാ കക്ഷികളുടെയും യോഗം വിളിച്ചതുകൊണ്ട് മാത്രം ഈ അടിസ്ഥാനപരമായിട്ടുള്ള തെറ്റിദ്ധരുത്താൻ കഴിയില്ലെന്നും അമേരിക്കയും ഇസ്രായേലും പറയുന്നത് മാത്രമേ മോദി കേൾക്കൂ എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇത് ഇന്ത്യൻ കർഷകർക്കോ സാധാരണക്കാർക്കോ നല്ലതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മറ്റു പ്രതിപക്ഷ നേതാക്കളും ഈ ആക്രമണത്തിൽ പങ്കുചേരുന്നത്. അഖിലേഷ് യാദവ് പറയുന്നത് ഇന്ത്യക്കൊരു യഥാർത്ഥ വിശ്വഗുരു ആകാനുള്ള വലിയൊരു അവസരം ഉണ്ടായിരുന്നു എന്നാണ്. അമേരിക്കയോടും ഇസ്രായേലിനോടും ഇറാനോടും നമുക്ക് നല്ല ബന്ധമുണ്ട്. അത് ഉപയോഗിച്ച് ഒരു യുദ്ധം ഒഴിവാക്കാനും സമാധാനം കൊണ്ടുവരാനും ഇന്ത്യക്ക് കഴിയണമായിരുന്നു. എന്നാൽ ഗവൺമെന്റ് ആശയക്കുഴപ്പത്തിലായി പോയെന്നും കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയാതെ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പ്രിയങ്ക ഗാന്ധിയും ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിലായാലും മറ്റു പ്രശ്നങ്ങളിലായാലും ഇന്ത്യ ഒരു ലോക നേതാവാണെന്നും സമാധാനമുണ്ടാക്കുന്ന രാജ്യമാണെന്നും ഗവൺമെന്റ് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ സമാധാന ചർച്ചകൾ എവിടെ പോയി എന്ന് അവർ ചോദിക്കുന്നു. നമ്മൾ ശരിക്കും ഒരു ലോക നേതാവാണെങ്കിൽ അയൽപ്പക്കത്ത് തീ പിടിച്ചു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത് എന്നാണ് പ്രിയങ്കയുടെ ചോദ്യം. ഇറാന്റെ കാര്യത്തിൽ ഈ വിമർശനങ്ങൾ കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി അന്തരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൗനം പാലിച്ചു. ഇറാനിൽ സ്കൂൾ കുട്ടികളും പെൺകുട്ടികളും കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യ ശക്തമായിട്ട് പ്രതികരിച്ചില്ല. ഇന്ത്യൻ സമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടപ്പോഴും ഡൽഹിയിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ടായില്ല. ഇറാനിയൻ ജനതയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് അതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടെങ്കിൽ ഇന്ത്യ മിണ്ടില്ല എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ ടെഹ്റാനിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ ഇറാന് ശ്രീലങ്കയൊക്കെ പരസ്യമായിട്ട് സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യക്ക് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോലും ഒരുപാട് വിലപേശലുകൾ നടത്തേണ്ടി വരുന്നു. പണ്ട് ഇറാനിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ആ പഴയ ഇമേജ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത്. ഇവിടെയാണ് വിശ്വഗുരു ആകാനുള്ള അവസരം നഷ്ടപ്പെടുത്തി എന്ന രാഷ്ട്രീയ ആരോപണം ശക്തമാകുന്നത്. കഴിഞ്ഞ 75 വർഷമായി ഇന്ത്യ വളരെ കഷ്ടപ്പെട്ടാണ് ഇറാനുമായിട്ടുള്ള ബന്ധം കെട്ടിപ്പടുത്തത്. നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയ നേതാക്കളെല്ലാം ഇറാനെ ഏഷ്യയിലെ ഒരു പ്രധാന പങ്കാളിയായിട്ട് കണ്ടു. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്നും കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി സംസാരിച്ചപ്പോൾ ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ പോകാൻ ഇറാൻ അനുമതി നൽകിയത്. പഴയ ആ നല്ല ബന്ധം ഇപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചബഹാർ പോർട്ട് പ്രൊജക്ട് വൈകിപ്പിച്ചതും ഇസ്രായേലിനോട് കൂടുതൽ
അടുപ്പം കാണിച്ചതും ഇറാനെ നമ്മളെ ആവശ്യമായിട്ടുള്ള നേരത്ത് മൗനം പാലിച്ചതും ആ പഴയ ബന്ധത്തിനെ വിള്ളൽ വീഴ്ത്തിയെന്നാണ് വിമർശകർ പറയുന്നത്. ഇറാൻ ആക്രമിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് മോദി ഇസ്രായേൽ സന്ദർശിച്ചത് ഇറാനെ സംബന്ധിച്ചിട്ട് ഒരു തെറ്റായ സന്ദേശമായിരുന്നു എന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് പാകിസ്ഥാനെ തങ്ങളുടെ പ്രതിച്ഛായ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ആർമി ചീഫായിട്ടുള്ള ആസിം മുനീർ സമാധാന ചർച്ചകളുടെ പ്രധാന ആളായിട്ട് മാറുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇസ്ലാമാബാദിലേക്ക് വരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രഹസ്യ ചർച്ചകൾ നടക്കുന്നത് പാകിസ്ഥാന്റെ മണ്ണിലാണെന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇത് വലിയൊരു അപമാനമാണ്. തീവ്രവാദം വളർത്തുന്നു എന്ന് നമ്മൾ പറയുന്ന ഒരു രാജ്യം സമാധാനത്തിന്റെ വാക്താക്കളായിട്ട് മാറുന്നു. എന്നാൽ വലിയ രോഗശക്തിയാകാൻ ശ്രമിക്കുന്ന ഇന്ത്യ ആ ചർച്ചകളുടെ ഒരിടത്തും ഇല്ലാതാകുന്നു. നമ്മുടെ വിദേശ നയത്തിന്റെ പരാജയമാണ് ഇതെന്നാണ് ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും BJPയും ഗവൺമെന്റും ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ നേതാവിനെ പോലെയാണെന്നാണ് BJP വാക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോദിയോടുള്ള ദേഷ്യം ഇന്ത്യയോടുള്ള ശത്രുതയായിട്ട് മാറുകയാണെന്നും വിദേശ നയം പോലെയുള്ള കാര്യങ്ങളിൽ പോലും പ്രതിപക്ഷം തരംതാണ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യ ഒറ്റപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാൻ ഫിൻലാൻഡ് പ്രസിഡന്റ് അടക്കമുള്ള വിദേശ നേതാക്കൾ മോദിയുടെ നയങ്ങളെ പുകഴ്ത്തിയത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മനീഷ് തിവാരിയും ശശി തരൂരും പോലും ഇന്ത്യയുടെ വിദേശ നയങ്ങൾ ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ അവരുടെ നിലപാട് വ്യക്തമാണ്. ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇറാനാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ തുറന്നു പറയുന്നു. ലോകത്തെ ഭയപ്പെടുത്താനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്നും അവരെ ആരോപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഇതിൽ ഇടപെടണമെന്നും ഒരു അന്താരാഷ്ട്ര സേനയെ അവിടെ നിയോഗിക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യമെന്ന് പറയുന്നത്. ട്രംപിനോട് സംസാരിച്ചപ്പോൾ മോദി എടുത്ത നിലപാടും ഏകദേശം ഇത് തന്നെയാണ്. വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. ഇവിടെ ഇന്ത്യ ഒരു ബാലൻസിംഗ് നടത്താൻ ശ്രമിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള സുരക്ഷാ ബന്ധം, മറുവശത്ത് ഇറാനുമായിട്ടുള്ള ഊർജ വ്യാപാര താല്പര്യങ്ങൾ. ഇതിനിടയിലൂടെയുള്ള നടത്തം അത്ര എളുപ്പമല്ല. അതേസമയം ഗവൺമെന്റ് പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാനും കഴിയില്ല. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ അംബാസഡറെ കണ്ട് സംസാരിച്ചിരുന്നു. ഇറാനുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു അത്. മോദി ഇറാൻ പ്രസിഡന്റിനെ വിളിച്ചതും ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കിയതും ഡൽഹിക്ക് ഇപ്പോഴും ഇറാനിൽ സ്വാധീനമുണ്ട് എന്നതിന്റെ തെളിവായിട്ട് ഗവൺമെന്റ് ഉയർത്തിക്കാട്ടുന്നു. പക്ഷെ എല്ലാം കൈവിട്ടു പോയതിനു ശേഷമാണോ നമ്മൾ ഈ ഓട്ടം ഓടുന്നത് എന്നാണ് ചോദ്യം. ചെറിയ രാജ്യങ്ങളുടെ നിലപാടുകൾ കൂടി നമ്മൾ നോക്കണം. അമേരിക്കൻ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ശ്രീലങ്ക അനുമതി നൽകിയില്ല. സ്വിറ്റ്സർലൻഡ് പോലെയുള്ള ചെറിയ രാജ്യങ്ങൾ അമേരിക്കയിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചു. വലിയ ശക്തികളോട് പോലും ആവശ്യമുള്ളപ്പോൾ നോ പറയാൻ ചെറിയ രാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നാണ് ഇതിലൂടെ കാണുന്നത്. എന്നാൽ വലിയ ശക്തിയായിട്ടുള്ള ഇന്ത്യ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും ഇറാൻ വിഷയങ്ങൾക്കും മുന്നിൽ അമിതമായിട്ടുള്ള ജാഗ്രത കാണിക്കുന്നുവെന്ന് വിമർശകന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇല്ലാതെ പോയതത്രേ. ചുരുക്കത്തിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയാണ്. അമേരിക്കയും ഇസ്രായേലിനെയും പ്രീതിപ്പെടുത്താൻ നോക്കിയപ്പോൾ ഇന്ത്യയുടെ സ്വതന്ത്രമായിട്ടുള്ള ശബ്ദം നഷ്ടപ്പെട്ടു എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വിദേശ നയം പഴയതിനേക്കാൾ ശക്തമാണെന്ന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കഥകൾക്കും ഇടയിലെ ഒരു ദൃശ്യം ബാക്കിയുണ്ട്. പാകിസ്ഥാന് വലിയ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു. അമേരിക്കയും ഇറാനും അവിടെ ചർച്ചകൾ നടത്തുന്നു. പണ്ട് വാഷിംഗ്ടണിനെയും ടെഹ്റാനെയും ടെല്ലവീവിനെയും ഒരുപോലെ കൈകാര്യം ചെയ്തിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം നിലപാട് എന്താണെന്ന് ലോകത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യയുടെ വിദേശ നയം ശരിയായിട്ടുള്ള ദിശയിലാണോ, അതോ നമുക്ക് പണ്ടത്തെ ആ സ്വാധീനമെല്ലാം നഷ്ടപ്പെട്ടു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.